ഹേ ഓൾ, വെൽക്കം ബാക്ക് അവർ ചാനൽ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ദിവസത്തെ വീഡിയോ ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് എൻ്റെ വീട്ടിലാണ് കേട്ടോ. രാവിലെ ഞാൻ നോക്കിയപ്പോൾ തന്നെ നല്ല മഴ ഉണ്ടായിരുന്നു. വെളുപ്പിനെ നല്ല മഴയായിരുന്നു. ഒരു 5 മണിയൊക്കെ ആയപ്പോൾ തന്നെ നല്ല മഴ പെയ്ത് തോർന്ന് നിൽക്കായിരുന്നു. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റ് നിസ്കാരങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പുറത്തൊന്ന് ഇറങ്ങിയതാണ്. ഈ പൂക്കളുടെ ഭംഗി കണ്ടിട്ടാണ് ആക്ച്വലി ഞാൻ ഇതിൻ്റെ അടുത്തേക്ക് തന്നെ പോയത്. പിന്നെ ഞാൻ കഴിഞ്ഞ വ്ളോഗിലും ഈ മഴയും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. എന്താണെന്നറിയില്ല, ഞാൻ വ്ളോഗ് എടുക്കാൻ വിചാരിക്കുമ്പോഴൊക്കെ മഴ പെയ്യുന്നുണ്ട്. അങ്ങനെ രാവിലെ എണീറ്റ് ചായ എല്ലാം കുടിച്ചിട്ട് പുറത്ത് വന്നപ്പോഴാണ് ഈ പൂവൊക്കെ നല്ല വിരിഞ്ഞ് നിൽക്കുന്നത് കാണുന്നത്. ഈ ഫ്ലവർ കൊണ്ട് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. ഹെൽത്ത് ബെനിഫിറ്റ്സ് നിറയുണ്ട്. പിന്നെ ഇത് വെച്ചിട്ട് വെള്ളം നമുക്ക് കുടിക്കാം. പിന്നെ ഫുഡിൽ നമ്മൾ എന്തെങ്കിലും ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ ഒരു കളറിന് വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാം. നാച്ചുറലായിട്ട് ഇതൊക്കെ എടുത്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്കൊന്നും ഉണ്ടാവില്ല. ഇതൊക്കെ തന്നെ എൻ്റെ ഉമ്മാൻ്റെ പരിപാടിയാണ്. ഉമ്മാക്ക് ഈ പൂവ്, ചെടി, കോഴി അങ്ങനത്തെ ഒരു ഇഷ്ടം കൂടുതലാണ്. ഈ വ്ളോഗ് എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ ഞാൻ മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഞാനൊരു കുട എടുത്തിട്ട് പുറത്തൊക്കെ ഇറങ്ങിയിട്ട് പിന്നെ ചെടിയും കാര്യങ്ങളൊക്കെ നോക്കുകയായിരുന്നു. എൻ്റെ വീട്ടിൽ പോയാൽ തന്നെ ഇങ്ങനെയാണ്, എപ്പോഴും മഴയുടെ ഒരു കാലാവസ്ഥയാണ്. അതായത് മലയുടെ അടിവാരത്തിലിരിക്കുന്ന ഒരു ചെറിയ ഗ്രാമം അങ്ങനെ വേണമെങ്കിലും പറയാം. എപ്പോഴും ഈ മഴ അങ്ങനത്തെ സംഭവങ്ങളാണ്. അപ്പോൾ കാലാവസ്ഥ അങ്ങനെയൊന്നുമില്ല, അവിടെ എപ്പോൾ വേണമെങ്കിലും മഴ പെയ്യും, അങ്ങനെയൊക്കെയാണ്. നല്ല തണുപ്പാണ്, ചൂടൊന്നും ഇല്ലാത്തൊരു നല്ല ക്ലൈമറ്റ്. ഈ റോസിൽ തന്നെ ഉമ്മ പല കളറും വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ചുവപ്പുണ്ട്, പിന്നെ വെള്ള, മഞ്ഞ, അങ്ങനെ കുറേയൊക്കെ. മഴ വന്നതോടെ തന്നെ കുറേ പൂക്കളൊക്കെ ഉണ്ടായിരുന്നത് എല്ലാം തൊഴിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു. എൻ്റെ വീട്ടിൽ ഇതുപോലെ പൂക്കളൊക്കെ വെക്കണമെന്ന് എനിക്ക് നല്ല ഇഷ്ടമുണ്ട്. പക്ഷെ അതിനുള്ള ഒരു സൗകര്യം നമ്മുടെ വീട്ടിൽ കുറവാണ്. എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഉമ്മ ഇതുപോലെ പൂവ് കുറേ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഒരു പൂവിനെ എനിക്ക് വേറൊരു വീട്ടിൽ പോയി കേൾക്കേണ്ട ഒരവസ്ഥയില്ല. അത്രയ്ക്കും വീട്ടിൽ പൂക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മുമ്പേ ഒന്നും എനിക്ക് ഈ പൂവിലൊന്നും വലിയ ഇൻട്രസ്റ്റോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇതെന്നൊക്കെ. പക്ഷെ ഇത്രയും പ്രായമായി വലുതായപ്പം എനിക്കിപ്പോൾ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പൂക്കളെന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ ഉമ്മയെക്കാളും കൂടുതൽ ഞാനാണ് അതിൽ കൂടുതൽ ഇൻട്രസ്റ്റ് കാണിക്കുന്നത്. ഇതൊക്കെ നോക്കി നിന്നപ്പോൾ തന്നെ ഉമ്മ വിളിക്കുന്നുണ്ട്, നിനക്ക് തിന്നാൻ വേണ്ടേ എന്ന് പറഞ്ഞിട്ടൊരു വിളി. പിന്നെ പോയി നോക്കിയപ്പോൾ നല്ല മരിച്ചിനിയും മുളക് ചമ്മന്തിയും പിന്നെ കരുവാട് മീൻ ചുട്ടതും എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിച്ചിട്ട് പിന്നെയും മഴ കൂടി. ഈ മഴ വരുമ്പോൾ ഞാൻ മഴയത്ത് മുന്നെയൊക്കെ നന്നായിട്ട് ഇറങ്ങി കുളിക്കുകയും കളിക്കുകയൊക്കെ ചെയ്യും. ഇപ്പോൾ അതിന് പോവില്ല, ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ നടക്കും. അപ്പം ഉമ്മ പറയും, ഇടിയും മിന്നലൊക്കെ വരും, ഉള്ളിൽ കയറ്. പക്ഷെ നമ്മൾ അത് കേൾക്കില്ല. ഇതായി കാണുന്ന ചെടി മുന്നേയൊക്കെ വേറെ ആൾക്കാർ വീട്ടിലൊക്കെ നിൽക്കുമ്പം വീട്ടിൽ പ്രസവിച്ച് കിടക്കുന്ന ആൾക്കാർക്ക് ഇത് മാവിൽ ഇടിച്ചു കൊടുക്കും. അതായത് അതിന് വേണ്ടിയിട്ട് നമ്മൾ കവറും പിടിച്ചിട്ട് ഒരുപാടെടുത്ത് പോയി പറിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇത് നല്ല ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ചെടി തന്നെയാണ് ഇതും. ഇത് ഈ ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്ന ആൾക്കാർക്ക് ഈ പച്ചില മാവെന്ന് കേട്ടിട്ടുണ്ടാവും, എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അതിലൊക്കെ ഇട്ട് കൊടുക്കുന്നതാണ്. പിന്നെ ഇതിൻ്റെ വേരെടുത്തിട്ട് കാച്ചി പാലിൽ കുടിച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ടാവും. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിൽ. ഇതൊക്കെ ഞാനും കുറേ തിന്നതാണ്. പിന്നെ ഇതിൻ്റെ ഇൻട്രസ്റ്റ് കുറഞ്ഞു. ഇതിൽ ഒരുപാട് ഇൻഗ്രീഡിയൻസ്, ഒരുപാട് ഇലകൾ ചേർന്നിട്ടാണ് കേട്ടോ ആ മാവ് തയ്യാറാക്കുന്നത്. നല്ല ടേസ്റ്റും കാണും, നല്ല ഹെൽത്തിയാണ്. ഞാൻ ചെറുതായിരിക്കുന്ന സമയത്ത് ഈ കാണുന്ന സ്ഥലത്തൊക്കെ ഞങ്ങളെ വീട്ടിൽ ഫുള്ളായിട്ടും കീര, പയർ അങ്ങനെ ഫുള്ള് കൃഷിയായിരുന്നു. വൈകുന്നേരം സ്കൂൾ വിട്ട് വരുമ്പോൾ ഉമ്മായും പാപ്പായും അതിന് വെള്ളം ഒഴിച്ച് കൊടുക്കുന്ന ഒരു സീനാണ് കേട്ടോ നമ്മൾ കാണുന്നത്. ഇപ്പോൾ അവിടെയൊക്കെ കാട് പിടിച്ച് കിടക്കുന്നുണ്ട്. എല്ലാം കണ്ടിരുന്നപ്പോൾ തന്നെ വീണ്ടും സമയം ഒന്നായിട്ടുണ്ട്. പിന്നെ വീട്ടിൽ പോയാൽ ഫുഡ് കഴിക്കുക, ഇരിക്കുക, ഇതൊക്കെ തന്നെയാണ്. അധികം പണിയും കാര്യങ്ങളൊന്നും സ്വന്തം വീട്ടിൽ പോയാലുണ്ടാവില്ല. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ പിന്നെ എനിക്ക് വൈകുന്നേരം എൻ്റെ വീട്ടിലോട്ട് പോകണം. കാരണം നാളെ സ്കൂളുണ്ട്, കോളേജുണ്ട്. അപ്പോൾ അവിടെയൊക്കെ പോകാനായിട്ട് എനിക്ക് വൈകുന്നേരം തന്നെ പോകണം. മഴ ശക്തമായിട്ട് പെയ്യുന്നുണ്ട്. അപ്പോൾ ഈ മഴ സമയത്ത് തന്നെ ഞാൻ വീട്ടിലോട്ട് പോകാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് നെക്സ്റ്റ് ഡേ, അതായത് മൺഡേ മോർണിംഗ് എടുത്ത വീഡിയോ ആണ് ഞാനിത്. രാവിലെ ഇതൊരു 7 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ എണീറ്റിട്ട് എന്തെങ്കിലും സിമ്പിളായിട്ട് ലഞ്ചിനുണ്ടാക്കണം, കുട്ടികൾക്കും കൊടുത്തയക്കണം. പിന്നെ എനിക്കും കൊണ്ടുപോകണം, കോളേജിലോട്ട് ഫുഡ് കൊണ്ടുപോകണം. അപ്പോൾ അതിനായിട്ട് ഞാൻ പിന്നെ എന്താ ചെയ്യാമെന്ന് ആലോചിച്ചിട്ടിരുന്നപ്പോഴാണ് എല്ലാവരും കുക്കർ മന്തി ഉണ്ടാക്കുന്നത് കണ്ടു. സാധാ മന്തി നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷേ കുക്കർ മന്തി അത് എത്രയ്ക്കും വർത്താവുമെന്ന് അറിയില്ല. പ്രത്യേകിച്ച് എനിക്ക് ഈ കുക്കറിൽ ഈ ഫുഡ് ഉണ്ടാക്കുന്നത് ഒട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം പറ്റാത്ത കാര്യമാണ്. കാരണം വെന്ത് പോകുന്നതാണ് എനിക്കതൊരു വിഷയം. പിന്നെ രണ്ടും കൽപ്പിച്ച് ഉണ്ടാക്കുക എന്നുള്ള തീരുമാനത്തിൽ വന്ന് മാഗി ക്യൂബ്, പിന്നെന്താ ഈ ക്യാപ്സിക്കം എല്ലാം കൂടെ ഇട്ട്, പിന്നെ അധികം പണിയൊന്നുമില്ല. ഒരു 20 മിനിറ്റ്സ് തന്നെ ആയുള്ളൂ എനിക്കിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഞാൻ വിചാരിച്ചു ഫ്ലോപ്പ് ആവുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ കുഴപ്പമൊന്നുമില്ല, നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ഞാനിതൊക്കെ ഷൂട്ട് ചെയ്തിട്ട് ബാക്കി റൈസ് കുക്ക് ചെയ്ത് എടുക്കുന്ന വീഡിയോസ് ഞാൻ എടുക്കാൻ മറന്നുപോയി. പിന്നെ തിരക്കായി പോയതുകൊണ്ട് തന്നെ ഞാൻ അത് എടുത്തിട്ടില്ലായിരുന്നു. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു.
ഇനി ഞാൻ മന്തി ഉണ്ടാക്കുന്ന രീതി മാറ്റി പിടിച്ചു. ഇനി ഈ രീതിയിൽ ഉണ്ടാക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത്രയ്ക്ക് നല്ല എളുപ്പമുണ്ടായിരുന്നു. രാവിലെ നമുക്ക് ഉണ്ടാക്കാനൊക്കെ ഇതാണ് ഓക്കെ എന്ന് വെച്ചാൽ വലിയ രീതിയിൽ പണിയോ കാര്യങ്ങളോ ഒന്നുമില്ല. പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം, നല്ല ടേസ്റ്റുമാണ്. പിന്നെ കുട്ടികളൊക്കെ സ്കൂളിൽ പറഞ്ഞയച്ചിട്ട് പിന്നെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കോളേജിൽ പോകാനായിട്ട് റെഡി ആവണം. ഇതൊക്കെ ഞാൻ വാങ്ങി വെച്ചിട്ട് ഒന്നും ഓപ്പൺ ചെയ്തിട്ട് യൂസ് ചെയ്യുക അങ്ങനെ ഒന്നുമില്ല. എനിക്ക് ഈ ഒരുപാട് ഇതൊക്കെ ഇടുന്നതൊന്നും എനിക്ക് തീരെ ഇഷ്ടമല്ല മീൻസ് എനിക്കത് അലർജി പോലെയാണ്. അതായത് ഒരുങ്ങുന്നത് ഇഷ്ടമല്ല, അങ്ങനെ വേണമെങ്കിലും പറയാം. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ വാങ്ങിച്ച് വെക്കുക, അത് നോക്കുക, ഉള്ളിൽ വെക്കുക, അങ്ങനെ മാത്രമാണ് കേട്ടോ ഞാൻ. അല്ലാതെ ഈ ഒരുപാട് സാധനങ്ങൾ വാരിയിടുക പോവുക അതൊന്നും എനിക്ക് ഇങ്ങനെ ഇഷ്ടമല്ല. പിന്നെ വാച്ച് ബ്രേസ്ലെറ്റ് ഇതിനോടാണ് കൂടുതൽ ഇഷ്ടം. പിന്നെ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ വാരിപ്പറക്കിയിട്ട് ഇന്ന് ഒരുങ്ങാമെന്നങ്ങ് തീരുമാനിച്ച്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മീഷോയിൽ ഈ ചെയിൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. മുന്നേ ഈ ചെയിൻ എനിക്കുണ്ടായിരുന്നു. അത് കുറേ ദിവസം യൂസ് ചെയ്തുകൊണ്ട് തന്നെ ആ മാല പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. ഇതുപോലെ എനിക്കൊന്നും പറ്റത്തുമില്ല. അതായത് ഇതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ബെറ്ററായിട്ട് തോന്നിയിട്ടുള്ളത്. ലോക്കറ്റും കാര്യങ്ങളൊക്കെ ചെറുതാണ്. ആ ഒരു വ്യത്യാസമൊന്നും നോക്കിയില്ല. കിട്ടിയത് പ്രോഡക്റ്റ് ക്വാളിറ്റി നന്നായിരുന്നു. പക്ഷേ അതിൻ്റെ ലെങ്ത്തും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇട്ടപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു, എനിക്കിഷ്ടമായി. യൂട്യൂബിൽ വീഡിയോസ് ഇടുന്നത് കൊണ്ട് ഇപ്പോൾ വലിയ വ്യൂസ് കാര്യങ്ങളോ ഒന്നുമില്ല. ഇനി വരും എന്ന് പ്രതീക്ഷിക്കുന്നു. എനിക്ക് ഈ കമൻറ്റ്സ് വായിക്കുന്നതും കമൻറ്റ്സിന് റിപ്ലൈ കൊടുക്കുന്നതൊക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ്. പിന്നെ എനിക്ക് സബ്സ്ക്രൈബേഴ്സും കുറവാണ്, വ്യൂസും കുറവാണ്. അപ്പോൾ ഞാൻ ഇടുന്നത് ഇപ്പോൾ കുറേ ദിവസമായി ഞാനിപ്പോൾ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട്. പിന്നെ വീണ്ടും എനിക്ക് തോന്നും യൂട്യൂബിൽ വീഡിയോ ഇട്ടില്ല എന്താ ഓക്കെ, അങ്ങനെ ഒരു മെൻറ്റാലിറ്റിയാണ് കേട്ടോ ഞാൻ ഇടുന്നത്. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കണ്ട. പിന്നെ ക്ലാസ് കഴിഞ്ഞ പിന്നെ തന്നെ നമുക്ക് പുറത്ത് പോകാനുണ്ടായിരുന്നു. അതായത് ഹാമ്പറിൻ്റെ വർക്കുണ്ട്. അപ്പോൾ അതിനായിട്ട് കുറച്ച് തിങ്സ് വാങ്ങിക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പുറത്ത് പോയത്. ഇപ്പോൾ എനിക്ക് വന്നിട്ടുള്ള ഹാമ്പേഴ്സ് ഫുള്ളും ഗിഫ്റ്റ് ഹാമ്പറാണ്. അപ്പോൾ ഈ സ്കൂളിൽ കുട്ടികളൊക്കെ അങ്ങനെ ഡെയിലി വെയറിൻ്റെ അതൊക്കെയാണ് അവർ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഗേൾസിനൊക്കെ പറ്റിയിട്ടുള്ളത് ഇതൊക്കെയാണ്. അപ്പം ലോ ബഡ്ജറ്റിനും ഉണ്ട്, ഹൈ ബഡ്ജറ്റിനുണ്ട്. അപ്പോൾ ബഡ്ജറ്റ് അനുസരിച്ചാണ് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അവർ പറയും എനിക്ക് ഇങ്ങനത്തെ തിങ്സ് വേണം, അല്ലെങ്കിൽ മോഡൽ അയക്കാം, അല്ലെങ്കിൽ അവർ കയ്യിലുണ്ടാവുന്ന മോഡൽ നമുക്ക് അയച്ചു തന്നാൽ ഓക്കെ, ബെറ്ററാണ്. അത് ഏറ്റവും ബെറ്ററാണ്. നമ്മൾ അന്വേഷിച്ച് നടക്കുന്നതിനേക്കാളും നല്ലതാണ് അവരുടെ കയ്യിലുള്ളത് നമുക്കിങ്ങനെ അയച്ചു തരുന്നതൊക്കെ. കസ്റ്റമറിന് ഏത് കംഫർട്ടായിട്ട് തോന്നുന്നോ നമ്മൾ ആ ഒരു രീതിയിലാണ് കേട്ടോ നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ രാത്രി ഫുഡ് ഇന്ന് ഉണ്ടാക്കാനൊന്നും നിന്നിട്ടില്ല. പർച്ചേസിങ്ങെല്ലാം കഴിഞ്ഞപ്പോൾ സമയമായി. പിന്നെ ഇന്ന് ഓർഡറാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഷവർമയും പിന്നെന്താ ഗ്രിൽ ചിക്കനാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് വീട്ടിൽ കുറേ പണിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് രാവിലത്തെ കുറച്ച് കാര്യങ്ങളും, അതായത് പച്ചക്കറി അരിഞ്ഞു വെക്കുക, അതെല്ലാം കഴിഞ്ഞപ്പോൾ രാത്രി 10 മണി ആയിട്ടുണ്ടായിരുന്നു ടൈം. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ള വിശേഷം. ഇന്നത്തെ കാര്യങ്ങളും പിന്നെ ഇന്നലത്തെ കാര്യങ്ങളൊക്കെ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ചെറിയൊരു വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.